ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തി 18-1 മുതൽ 4 വരെ. അനന്തരം അവൻ അഥേന വിട്ട് കൊരിന്തിൽ ചെന്നു. യഹൂദന്മാർ എല്ലാവരും റോമാ നഗരം വിട്ടു പോകണമെന്ന് ക്ലൗദിയോസ് കൽപ്പിച്ചതുകൊണ്ട് ഇറ്റലിയിൽ നിന്ന് ആ ഇടയ്ക്ക് വന്നവനായി പൊന്തോസ്കാരൻ അക്യുലാസ് എന്നു പേരുള്ള ഒരു യഹൂദനെയും അവൻ്റെ ഭാര്യ പ്രിസ്കില്ലയെയും കണ്ട് അവരുടെ അടുക്കൽ ചെന്നു. തൊഴിലൊന്നാകൊണ്ട് അവൻ അവരോടുകൂടെ പാർത്ത് വേല ചെയ്തു പോന്നു. തൊഴിലോ കൂടാരപ്പണിയായിരുന്നു. എന്നാൽ ശബത്ത് തോറും അവൻ പള്ളിയിൽ സംവാദിച്ച് യഹൂദന്മാരെയും യവനന്മാരെയും സമ്മതിപ്പിച്ചു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുതിയ പ്രഭാതം നമുക്ക് ദൈവം ദാനമായി നൽകിയിരിക്കുന്നു. വിശുദ്ധ പൗലോസ് അഥേനയിലെ ശുശ്രൂഷയെ തുടർന്ന് കൊരിന്തിലെത്തി അവിടെ തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. കൊരിന്ത് ഒരു പ്രവശ്യയുടെ തലസ്ഥാനവും സമ്പൽ സമൃദ്ധമായ ഒരു വാണിജ്യ കേന്ദ്രവുമായിരുന്നു. ഒളിമ്പിക്സ് ഗെയിംസ് കഴിഞ്ഞാൽ 2-ാം സ്ഥാനമുണ്ടായിരുന്ന ഇസ്തിമിയൻ ഗെയിംസ് നടത്തപ്പെട്ടിരുന്നു അവിടെയായിരുന്നു. നേട്ടങ്ങളൊക്കെ പലതും ഉണ്ടായിരുന്നുവെങ്കിലും അസന്മാർഗിക ജീവിതത്തിൽ വളരെ മുൻപിലായിരുന്നു ഈ പട്ടണം. ആയിരക്കണക്കിന് ദേവദാസികൾ തെരുവുകളിൽ വേശ്യകളായി അലഞ്ഞു നടന്നിരുന്നു. പൗലോസ് വളരെ ഭയത്തോടും ആശങ്കയോടുമാണ് കൊരിന്തിലെത്തിയത്. അതുകൊണ്ടാണ് കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ ആരംഭഭാഗത്ത് പൗലോസ് പറയുന്നത്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായിരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. ക്രൂശിലൂടെ ലഭ്യമാകുന്ന രക്ഷ അതെടുത്തു പറഞ്ഞ് ഉറപ്പിക്കേണ്ട ആവശ്യം കൊരിന്തിലുണ്ടായിരുന്നു. അനുതാപത്തിനും ജീവിത വിശുദ്ധിക്കും ക്രൂശിൻ്റെ ദർശനം ആവശ്യമാണ്. അക്യുലാസ് പ്രിസ്കില്ല ദമ്പതികളോടൊപ്പമാണ് പൗലോസ് താമസിച്ചത്. AD 49 ക്ലൗദിയോസിൻ്റെ കൽപ്പന പ്രകാരം യഹൂദന്മാരെല്ലാം റോമാ നഗരം വിട്ടുപോകേണ്ടി വന്നു. അതനുസരിച്ച് കൊരിന്തിലെത്തിയവരായിരുന്നു ഈ ദമ്പതികൾ. ഇവിടെ വരുന്നതിന് മുൻപ് തന്നെ അവർ ക്രിസ്തു വിശ്വാസികളായിരുന്നു. അതുകൊണ്ട് തൊഴിൽ ഒന്നാണ് പൗലോസ് അവരോടുകൂടെ അങ്ങനെ താമസമാക്കി. കൂടാരപ്പണിയായിരുന്നു ഇവരുടെ തൊഴിൽ. ഉപജീവന മാർഗത്തിന് തൊഴിലും അതോടൊപ്പം സുവിശേഷ വേലയും ഒന്നിച്ച് ചെയ്ത് ഒരു അനുകരണീയമായ മാതൃക പൗലോസ് കാണിക്കുന്നു. പൗലോസ് ഒരു യഹൂദ റബ്ബിയായിരുന്നു. ജീവന സന്ധാരണത്തിന് ഏതെങ്കിലും തൊഴിൽ ചെയ്തിരിക്കണമെന്നാണ് റബ്ബിമാരെക്കുറിച്ച് ചിന്തിക്കുന്നത്. അതായത് മതപരമായ ശുശ്രൂഷകൾക്ക് സാമ്പത്തിക പ്രതിഫലം ഒന്നും പറ്റിക്കൂടാ. ന്യായപ്രമാണം പഠിപ്പിക്കുന്ന കാര്യത്തിലും അതങ്ങനെ തന്നെയായിരുന്നു. സ്വന്തം അധ്വാനം കൊണ്ട് വേണം ജീവിത സന്ധാരണം നടക്കേണ്ടത്. സാധാരണക്കാരിൽ നിന്ന് അകന്ന് വേദപാണ്ഡിത്യത്തിന് പ്രസക്തി ഒന്നുമില്ല എന്ന് പൗലോസിൻ്റെ ഈ ശൈലി നമ്മെ ബോധിപ്പിക്കുന്നു. അധ്വാനിക്കുന്ന ജനവിഭാഗത്തോടുള്ള ബന്ധത്തിൽ വേണം ന്യായപ്രമാണത്തിൻ്റെ പ്രായോഗികത അനുഭവിക്കേണ്ടത്. അതായിരുന്നു അതിൻ്റെ പിന്നിലെ സിദ്ധാന്തം. തോൽ വ്യവസായത്തിന് വളരെ പേരുകേട്ട സ്ഥലമായിരുന്നു തർസോസ്. അവിടെയാണല്ലോ പൗലോസ് ജനിക്കുന്നത്. അതുകൊണ്ട് തോൽ ഉപയോഗിച്ചുള്ള കൂടാരപ്പണിയിൽ പൗലോസിന് വളരെ വൈദഗ്ധ്യം ഉണ്ടായിരുന്നു. കൊരിന്തിൽ അക്യുലാസ് പ്രിസ്കില്ല ദമ്പതികളും അതേ തൊഴിൽക്കാരായതുകൊണ്ട് സ്വാഭാവികമായി പൗലോസ് അവരോടുകൂടെ ചേർന്നു. ഉപജീവനത്തിന് എന്തെങ്കിലും തൊഴിൽ ചെയ്യുകയും അതോടൊപ്പം സുവിശേഷ വേലയിൽ സജീവ പങ്കാളിത്തയും വഹിക്കുകയും ചെയ്ത ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നു. ജോലി സമയം കഴിഞ്ഞ് ലഭിക്കുന്ന അവസരങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഉപയോഗിച്ച ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുപാടുമൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. തിരുവനന്തപുരത്ത് പ്രയർ പാർട്ട്നേഴ്സ് ഫെലോഷിപ്പ് എന്നൊരു സംഘടന കുറേ വർഷങ്ങൾക്ക് മുൻപ് ഇങ്ങനെ സുവിശേഷ വേലയിൽ സജീവമായി ഏർപ്പെട്ടിരുന്നിട്ടുണ്ട്. ഭവന സന്ദർശനവും ലേഖലേഖ വിതരണം, പരസ്യ യോഗങ്ങൾ, രാത്രി യോഗങ്ങൾ ഇതൊക്കെ അവർ നടത്തിയിരുന്നു.
പൂർണ്ണ സമയം കർത്താവിൻ്റെ വേലയിൽ ഏർപ്പെട്ടിരിക്കുന്നതിന് അതിൻ്റേതായ പ്രത്യേകതയുണ്ട്. എന്നാൽ തൊഴിൽ രംഗത്ത് സാക്ഷ്യം നിറവേറ്റി ഈ വേല ചെയ്യുന്നതും അതിൻ്റേതായ പ്രത്യേകതകളോടുകൂടി തന്നെയാണ്. തൊഴിലിൻ്റെ മാന്യത വ്യക്തമാക്കുന്ന ഒരു ഭാഗം കൂടിയാണിത്. തൊഴിലിനു വേണ്ടി എന്നതിനേക്കാൾ തൊഴിലിലൂടെ നമ്മുടെ ആളത്വം വ്യക്തമാക്കപ്പെടാൻ ഇടയാകണം. വേലി കെട്ടിക്കൊണ്ടിരുന്ന ഒരാളെക്കുറിച്ച് വായിച്ചിട്ടുണ്ട്. ഏതാണ്ട് വൈകാറായപ്പോൾ ഒരു കാക്ക വേലിയിൽ വന്നിരുന്നു. അത് കണ്ട് തൊഴിലാളി പറഞ്ഞു, എൻ്റെ പൊന്നു കാക്കയെ ചതിക്കല്ലേ, കൂലി ഒന്ന് വാങ്ങിക്കോട്ടെ. ചെയ്ത വേല എത്ര കേമമായിരിക്കണം. ഏത് തൊഴിലും ദൈവത്തിൻ്റേത്. അതായിരിക്കണം നമ്മുടെ ദർശനം. ഒരു ബിഷപ്പിൻ്റെ കുശിനിക്കാരനായിരുന്നു ബ്രദർ ലോറൻസ്. ബിഷപ്പ് അൾത്താരയിൽ വിശുദ്ധ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് പോലെ തുല്യപ്രധാനമാണ് താൻ അടുക്കളയിൽ ചെയ്യുന്ന വേലയും എന്ന് അദ്ദേഹം പറയുമായിരുന്നു. പാത്രമൊക്കെ കഴുകുമ്പോൾ ദൈവമേ ഇതുപോലെ എന്നെയും കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു. അപ്പോൾ നമ്മളെയൊക്കെ ദൈവമാക്കിയിരിക്കുന്ന ഇടങ്ങളിൽ, നമ്മുടെ തൊഴിലുമായുള്ള ബന്ധത്തിൽ ഇങ്ങനെ കർത്താവിൻ്റെ വേല നിർവഹിപ്പാൻ സാധിക്കും. ഓരോ വിശ്വാസിയും ദൈവം തങ്ങളെ ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ ഒരു സുവിശേഷകനായി പ്രവർത്തിക്കുമ്പോൾ സഭയുടെ സാക്ഷ്യം ഒരുപാട് വർദ്ധിക്കുകയും അത് പ്രഘോഷിക്കപ്പെടുവാനിടയാകുകയും ചെയ്യും. ദൈവം നമുക്കൊരുപാട് താലന്തുകൾ നൽകിയിട്ടുണ്ടല്ലോ, ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. അതിൻ്റെ മധ്യത്തിൽ ദൈവത്തിൻ്റെ സാക്ഷിയായി നിലനിന്ന് പ്രവർത്തിപ്പാൻ കർത്താവ് നമ്മളെ ഇടയാക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന നന്മകൾക്കായും അനുഗ്രഹങ്ങൾക്കായും സ്തോത്രം. ആരോഗ്യവും ആയുസ്സും നൽകിയതിനായി ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് ലഭിക്കുന്ന സാധ്യതകളുടെ മധ്യത്തിൽ തൊഴിലിടങ്ങളിൽ കർത്താവിൻ്റെ സാക്ഷികളായിരിക്കാൻ, മറ്റുള്ളവരോട് ക്രിസ്തുയേശുവിൻ്റെ മർമ്മങ്ങളെ പങ്കിടുവാൻ സഹായിക്കണമേ. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ ഞങ്ങളുടെ സകലവിധ ആവശ്യങ്ങളും തിരുമുൻപാകെ സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് വഴി നടത്തണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും പുതിയ വർഷം അവിടുന്ന് നൽകണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കാവലും അനുഗ്രഹവും നാം ഏവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.